വയസ്സ് 31 33 വിക്കിപീഡിയയിലെ തെറ്റാ. വിക്കിപീഡിയ. അതെ, ഞാൻ 1982 ഏപ്രിൽ 23 ഇതാണോ വിക്കിപീഡിയ? കുറച്ചു മുമ്പ് അതെ, വിക്കിപീഡിയയിൽ അതിന് 1980 ആണ് എഴുതിയേക്കുന്നത് അല്ലേ? 33 അല്ല, കണ്ടു. പക്ഷെ നമ്മളല്ല, ഇത് വിക്കിപീഡിയയിൽ ഐ തിങ്ക് നമുക്ക് ആർക്കും ഒരാളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എഴുതാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കയറി എഡിറ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചു കിടക്കട്ടെ, രസമല്ലേ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നല്ലോ, അതുകൊണ്ട് ഒരു 50 ആയാലും കുഴപ്പമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം വെരി ഹാപ്പി. ഹെൽത്ത് മാത്രം ഒന്ന്. രജനി, ഞാൻ ചോദിക്കട്ടെ, രജനിക്ക് ഇതിനിടയിൽ രജനി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇഷ്യൂ അങ്ങനെയല്ല, രജനിക്ക് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അയ്യോ എന്റെ അമ്മ, ഒന്നല്ല കുറച്ചുണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? അയ്യോ അങ്ങനെ ആലോചിച്ചു ചേട്ടാ, കുറെ ഉണ്ടായിരുന്നു. സ്കൂളിൽ ഈ കൈ നമ്മൾ കാണുമ്പോൾ കൈ തൊടാത്തുള്ള ഒരു പ്രേമല്ലേ, എനിക്കിഷ്ടമാണ്, മനസ്സിലൊക്കെ അങ്ങനത്തെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. പക്ഷേ ഒരേ സമയത്ത് ഒരു 10 പേരെ, ഒരേ സമയത്ത് ഒരാൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ സമയത്ത് ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ ഒരാൾ. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറും, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറും. ആ സ്വഭാവം അവനിൽ കൊള്ളായിരുന്നു, അപ്പൊ ഇവനിൽ ഈ സ്വഭാവം നല്ലതാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പ്രണയിക്കാത്ത ആൾക്കാരുണ്ടോ ചേട്ടാ? ചേട്ടൻ പ്രണയിച്ചിട്ടില്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും. ഏത് സ്വഭാവത്തിലായിരുന്നു ശരിക്കും അട്രാക്റ്റീവ് ആയിരുന്നത് ആദ്യ കാലങ്ങളിൽ? എനിക്ക് പൊതുവേ ആദ്യ കാലങ്ങളിൽ ഈ മലയാളീസിനൊക്കെ വെറുത്ത് പോയില്ലേ, വെറുത്ത് പോയിട്ട് തിരിച്ച് മലയാളിയിൽ തന്നെയാണ് ആദ്യം പ്രേമിച്ചത്. എല്ലാരും മലയാളികളായല്ലോ, പ്രേമിച്ചത് എല്ലാം മലയാളികൾ. അപ്പൊ ഈ മലയാളിയിൽ ആദ്യം കണ്ട മലയാളിയിൽ ഈ മലയാളീസിനൊക്കെ വെറുത്തിട്ട് അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോ എന്തായിരുന്നു ഒരു പ്ലസ് പോയിന്റ്? ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലായതുകൊണ്ട് എൻ്റെ റൂട്ട്സ്, എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു ട്രൂ ബ്ലൂ മലയാളി ചോരയാണ്. അതുകൊണ്ട് ഈ മലയാളി എന്ന് പറയുന്നവരുടെ എല്ലാവരുടെയും ക്വാളിറ്റീസ് എനിക്കുണ്ട്. എനിക്കും അങ്ങനത്തെ കുറച്ച് കുറ്റം പറച്ചിലും എനിക്കുണ്ട്. ഐ എം ഓൾസോ വൺ ഓഫ് ദം. പക്ഷെ അതിൽ ഏറ്റവും ചീത്ത ക്വാളിറ്റീസ് അടക്കി നല്ല ക്വാളിറ്റീസ് മാത്രം പുറത്ത് കാണിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ബി എ ഗുഡ് പേഴ്സൺ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഏറ്റവും ഡീപ്പായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളോട് നമുക്ക് ഭയങ്കര സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ, അയാളോടുള്ള ഒരു റിവെഞ്ച് പോലെയല്ലേ പിന്നീട് രഞ്ജിനി മീഡിയയിൽ പറഞ്ഞത്? മീഡിയയിൽ പറയുന്നത് പേര് പറയുന്നല്ല, അതിനുശേഷമുള്ള രഞ്ജിനിയുടെ എല്ലാ. എനിക്കിപ്പോ ആണുങ്ങളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ തന്നെ ശക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്താണെന്നറിയാമോ, ഞാൻ ഈ ഒരു പ്രണയ നൈരാശ്യം എന്നൊക്കെ നിങ്ങൾ പറയണൊരു സാധനം അതിൽ വന്നപ്പോൾ അത് ഞാനിങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കുറച്ച് സീരിയസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആസ് യു ഗ്രോ ഓൾഡർ നമ്മളുടെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. കുറേ നാൾ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരാൾ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയാൽ ഞാൻ കല്യാണം കഴിക്കാം. എനിക്കൊരു 28-29 വയസ്സിൽ ഐ വാണ്ടഡ് എ ചൈൽഡ്. ഐ റിയലി ഡിഡ്, ബിക്കോസ് ബയോളജിക്കലി എൻ്റെ ബോഡി വാണ്ടഡ് ഒരു അമ്മ ആവാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ, കല്യാണം കഴിക്കാറായി, നമുക്ക് ഇയാളെ നോക്കാം, പ്രണയിച്ചു, ഓൾ ദാറ്റ്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യാതെയാണ്. ഞാൻ ആക്ച്വലി ഒരാളുടെ ഫോൺ ചെക്ക് ചെയ്യോ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യോ അങ്ങനത്തെ ഒരാളെ അല്ല, ഒട്ടും പൊസസീവ് അല്ല. ഞാൻ വളരെ ഫ്രീ ആയ ഒരു ഗേൾ ഫ്രണ്ടോ ഒരു ലവറോ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സംശയരോഗമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഇപ്പം എനിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ റിലേഷൻഷിപ്പിൽ ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു. ആ റിലേഷൻഷിപ്പിൽ അങ്ങനെ നടന്നപ്പോൾ ഇനി എനിക്കൊരാണിനെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എനിക്ക് സംശയരോഗമായിരിക്കും. ആ ഫോൺ അവനാരെങ്കിലും വിളിച്ചോ? എനിക്കിപ്പോൾ മനസ്സിൽ ഏറ്റവും സങ്കടവും അതാണ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അധികം മനുഷ്യരെ ട്രസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു. ആ വിശ്വാസം തന്നെ എടുത്തുകൊണ്ട് കളഞ്ഞു. ഇനി അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ പ്രായം കൂട്ടിയതുകൊണ്ട് അത് ഇനിയും കൂടുതൽ കുറച്ചുകൂടെ പാടില്ലായിരിക്കും. ഒരു 21 ഇയേഴ്സിലും 31 ഇയേഴ്സിലും അല്ലെങ്കിൽ 18 ഇയേഴ്സിലും 30 കഴിഞ്ഞും അതിൻ്റെ ഒരു വ്യത്യാസം വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാം. ജീവിതത്തിൽ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ, ഒരു കുഞ്ഞ് വേണം എന്നൊരു ആഗ്രഹം, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു ശരിക്കും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് വേണം എന്നുള്ള ഈ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ലൈഫാണോ? അല്ല, നോട്ട് അറ്റ് ഓൾ. ഇപ്പോഴും ഞാൻ ഹോപ്പ് വിട്ടിട്ടില്ല. ഐ എം വർക്കിംഗ് ഓൺ. എൻ്റെ ട്രസ്റ്റ് ഇഷ്യൂസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം വെരി ഷുവർ ദാറ്റ് യുനോ എൻ്റെ ലൈഫിൽ ഐ റിയലി ഫീൽ യുനോ ഫാളിങ് ഇൻ ലവ്, പ്രണയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. ആൻഡ് തീർച്ചയായിട്ടും എല്ലാവരെയും പോലെയും ഒറ്റൊരു പ്രണയം, അയാളെ തന്നെ വിവാഹം ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം, ഒന്നെങ്കിൽ എൻ്റെ ആവാം അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ ആവാം, സാഹചര്യങ്ങൾ കാരണം ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. ചെറിയ പ്രായത്തിൽ അതങ്ങനെയല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇനി ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിവാഹത്തിൽ എൻഡ് ചെയ്യണം എന്നൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾ 100% ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും.